വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അംഗം സൈബർ സ്പേസിൽ എല്ലാ പരിധിയും വിട്ട് സഞ്ചരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കെ ശൈലജ LDF സ്ഥാനാർത്ഥി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ തനിക്കെതിരെ നികൃഷ്ടമായ സൈബർ വേട്ട നടക്കുന്നു എന്ന പരാതി മുന്നോട്ട് വെച്ചു. അവരത് അന്വേഷിക്കാൻ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. നിരവധി സ്ക്രീൻഷോട്ടുകൾ CPIM ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നുണ്ട്. അതിലെല്ലാം ഒറിജിനൽ മുഖമുള്ള ആളുകൾ വന്ന് കെ ശൈലജ എന്ന ഇടതു സ്ഥാനാർത്ഥിക്കെതിരെ നീചമായ നികൃഷ്ടമായ വാചകങ്ങൾ പറയുന്നത്, കമന്റ് ചെയ്യുന്നത്, എഴുതി വെക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആരോഗ്യകരമായ ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിൽ ഇത്തരം വൃത്തികെട്ട ഒരു സമീപനം കൊണ്ടുവരുന്നത് ആരാണ്? അവരെ തള്ളിപ്പറയാൻ, അവരെ തടുത്തു നിർത്താൻ UDF സ്ഥാനാർത്ഥിക്ക് എത്ര ഉത്തരവാദിത്തമുണ്ട്, എത്ര ബാധ്യതയുണ്ട്? സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് ഇടതുപക്ഷം സംസാരിക്കുമ്പോൾ അവർ ചരിത്രത്തിൽ ഇക്കാര്യത്തിൽ എന്തുമാത്രം മാതൃകാപരമായ ധാർമ്മികമായ ഉത്തരവാദിത്തം നിറവേറ്റി പോന്നിട്ടുണ്ട്. പല ചോദ്യങ്ങൾ ഉള്ള രാത്രിയാണെന്ന് സ്വാഗതം സ്പെഷ്യൽ എഡിഷനിൽ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ റിജിൽ മാക്കുറ്റി കോൺഗ്രസിൽ നിന്ന്, ശ്രീ കെ രമ വടകരയിൽ നിന്ന് പങ്കെടുക്കുന്നു, ഒപ്പം ജെയ്സി തോമസ് CPIM പ്രതിനിധി. ആദ്യം ശ്രീജിൽ മാക്കുറ്റി, ഇപ്പോൾ കെ ശൈലജയ്ക്കെതിരെ നടക്കുന്ന സൈബർ ബുള്ളിയിങ് അങ്ങേയറ്റം വൃത്തികെട്ടതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവും. അത് അവസാനിപ്പിക്കാനുള്ള പ്രധാന ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്നാണ് ശൈലജ ടീച്ചർ പറയുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്വം ഇതിലെത്രയാണ്? നിഷാദ്, ഒരിക്കലും ഞങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥികൾക്കെതിരായി വ്യക്തിഹത്യ നടത്തുകയോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രചാരവേല നടത്തുന്നത് പാർട്ടിയോ മുന്നണിയോ അല്ല. ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജയിക്കാമെന്നുള്ള വ്യാമോഹം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ നാട്ടിനകത്ത് കൃത്യമായ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത്. ആ രാഷ്ട്രീയം ശ്രീ ശൈലജ ടീച്ചർ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ മന്ത്രിയായ സമയത്ത് അവരുടെ കാലഘട്ടത്തിൽ നടന്ന പല കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ്. ചോദ്യങ്ങളായി ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറയാന്നല്ലാതെ ഇത്തരത്തിലുള്ള നികൃഷ്ടമായ പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് അവരെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു ശ്രമവും ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരമൊരു മുന്നണിയുമല്ല, അത്തരമൊരു സ്ഥാനാർത്ഥിയുമല്ല വടകരയിൽ മത്സരിക്കുന്ന ഷാഫി പറമ്പിൽ. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏത് രൂപത്തിലാണ് അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്നുള്ളത് CPM മനസ്സിലാക്കണം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ശൈലജ ടീച്ചർ മുന്നേറിയ ആ ഘട്ടത്തിൽ നിന്ന് ശൈലജ ടീച്ചർ പരാജയത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ള ബോധ്യം വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനേക്കാളും വലിയ മുഖമുള്ളവരും മുഖമില്ലാത്ത ആളുകളും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കെതിരായും ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരായും എത്രയോ ഹീനമായ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനിയായ ശ്രീ കെ രമ MLA, അവരെ ഏത് രൂപത്തിലാണ് ഇവർ കടന്നാക്രമിച്ചത് എന്ന് നമുക്കറിയാം. ആസ്ഥാന വിധവ എന്നുൾപ്പെടെയുള്ള ഏറ്റവും നികൃഷ്ടമായ പദം ഉപയോഗിച്ചുകൊണ്ട് അവരെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ആക്ഷേപിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് UDFന്റെ നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരുമായ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വലിയ രൂപത്തിലുള്ള കടന്നാക്രമണങ്ങൾ ഇവരുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരം ആളുകളുള്ള പാർട്ടിയും സംവിധാനമാണ് CPMൻ്റെത്. ഞങ്ങൾ ഒരിക്കലും അത്തരത്തിൽ ഏതെങ്കിലും ഒരാളെ അത്തരത്തിൽ വ്യക്തിഹത്യ നടത്താൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് എന്തെങ്കിലും നേടിക്കളയാമെന്നുള്ള വ്യാമോഹം ഞങ്ങൾക്കില്ല. ഇതിന്റെ എല്ലാ ഘട്ടത്തിലും ഇരകളായി വരുന്നവർ ഞങ്ങളാണ്, ഞങ്ങളുടെ നേതാക്കന്മാരാണ്, ഞങ്ങളുടെ പ്രവർത്തകന്മാരാണ് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ഒരാൾ പോലും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഏത് നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ പോലീസ് സംവിധാനം ഉണ്ടല്ലോ, അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പങ്കില്ല. ഏതെങ്കിലും ആള് ബഹുമാനിയായ വടകര സ്ഥാനാർത്ഥിക്കെതിരായി അത്തരത്തിൽ പരാമർശം നടത്തിയെന്ന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ. ഞങ്ങൾക്ക് ഒരു ഭയമില്ല. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞയച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പേടിയുള്ളൂ. മടിയിൽ കനമില്ലാത്തവർ ഞങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ഞങ്ങൾക്ക് ഒരു ഭയവും അതിനകത്തില്ല. വളരെ കൃത്യമായി രാഷ്ട്രീയ സൈബർ സ്പേസിൽ ഈ വൃത്തികെട്ട വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരെ ആക്രമിക്കുന്ന ആളുകൾ ആരാണെന്ന് പരിശോധിച്ചാൽ നമുക്ക് അവരുടെ മുഖം കാണാം, അവരുടെ പ്രൊഫൈലുകൾ കാണാം, അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാവുന്നതുമാണ്. അത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമല്ല. അപ്പം നിങ്ങൾ പറയൂ, ആരാണ് ശൈലജ ടീച്ചറെ ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്നത്? ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സുപ്രധാന ഘട്ടത്തിൽ ഈ വൃത്തികെട്ട ആക്രമണ വഴി തെരഞ്ഞെടുക്കുന്ന സംഘം ഏതാണെന്നാണ് നിങ്ങളുടെ ബോധ്യം? എന്നോടാണോ ചോദ്യം? യെസ്. ഹലോ നിഷാദ്, എന്നോടാണോ ചോദ്യം? ഹലോ, കേൾക്കാമോ? ഹലോ, ഞാൻ കേൾക്കുന്നു. റിജിൽ, താങ്കളോട് ചോദിക്കുകയാണ് ഞാൻ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഇതാരാ ചെയ്യുന്നതെന്ന്?
ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചുമതലപ്പെടുത്തുകയോ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിഹത്യ രാഷ്ട്രീയത്തിന് നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇത്തരം ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് പോലീസ് സംവിധാനത്തിനും സ്ഥാനാർത്ഥിക്ക് തന്നെ പരാതി കൊടുക്കാൻ അത്തരം ആളുകൾ ആരായാലും അവരെ സംരക്ഷിക്കാനോ അവർക്കൊരു നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത്തരമൊരു രീതി ഞങ്ങൾ ഇന്ന് വരെ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്കറിയാൻ സാധിക്കും. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഏത് നടപടി എടുക്കും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഞങ്ങളതിനകത്ത് ഞങ്ങൾ ഏതെങ്കിലും ഒരാളെ ചുമതലപ്പെടുത്തിയെങ്കിലല്ലേ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകേണ്ടതായിട്ടുള്ളൂ. ഇതിനകത്ത് ശൈലജ ടീച്ചർ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ മുന്നണിക്കകത്ത് നല്ല ആളുകളുണ്ടല്ലോ, അവർ ഇവരെ തടയണമെന്നാണ്. അപ്പൊ ഇങ്ങനെ വൃത്തികെട്ട പണിയെടുത്ത് കിട്ടുന്ന വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഇവർ ചെയ്യുന്നത് വൃത്തികേടാണ്, ഇത് ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല, ഇത് നിങ്ങൾ തെളിച്ചു പറയുന്നുണ്ടോ റിജിൽ? ഈ വോട്ട് ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഈ പറയുന്ന ആളുകളുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും ശ്രീ നിഷാദെ, ഇത്തരത്തിൽ വ്യക്തിഹത്യ നടത്തി വോട്ട് വാങ്ങി ജയിക്കാമെന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു വ്യാമോഹമൊന്നുമില്ല. ഞങ്ങൾ വടകരയിൽ കൃത്യമായി ജയിക്കും. ഞങ്ങളുടെ മണ്ഡലമാണ് വടകര, ആ മണ്ഡലത്തിൽ ഞങ്ങൾ ജയിച്ചിരിക്കും. ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. ഇതൊക്കെ ഈ നൂറാംകിട ഇത്തരത്തിലുള്ള പരിപാടി നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജയിക്കാമെന്നുള്ള അങ്ങനെ ഒരു ചിന്താഗതി ഞങ്ങൾക്കില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. വടകരയിലെ ജനത ശ്രീ ഷാഫി പറമ്പലിനെ നെഞ്ചോട് ചേർത്തിരിക്കുന്നു, ഷാഫി പറമ്പലിനെ ഹൃദയത്തിൽ ചേർത്തിരിക്കുന്നു. ഏതെങ്കിലും നിലയ്ക്ക് ഈ നീച സംഘത്തെ പ്രതിരോധിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യേണ്ടതില്ല ഞങ്ങൾക്ക് എന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്ന കാര്യം. ഷാഫി പറമ്പിൽ തന്നെ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ സംസ്കാര വഴിയാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന്. ഇക്കാര്യത്തിൽ ഏത് പോലീസ് അന്വേഷണം നടക്കട്ടെ, അവരെ പിടിച്ചോട്ടെ, ഇങ്ങനെ വൃത്തികെട്ട വഴിയിലൂടെ ഞങ്ങൾക്ക് വോട്ടിന്റെ ആവശ്യവുമില്ല എന്ന് പറയുന്നു. അതിനപ്പുറം അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? സൈബർ സ്പേസിലെ റെസ്പോൺസിബിളായ ആളുകൾ ചെയ്തു കൂട്ടുന്ന കാര്യത്തിൽ അതിനപ്പുറം ഒരു പാർട്ടിക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്. സൈബർ സ്പേസിൽ ഇത്തരത്തിലുള്ള മോബ് ലിഞ്ചിങ്, അതായത് കേട്ടാൽ അറപ്പുളവാക്കുന്ന നമ്മുടെ നാട്ടിലെ ഗ്രാമനഗരാന്തരങ്ങളിലോ തെരുവോരങ്ങളിലോ ചന്തകളിലോ വെച്ച് ആളുകൾ കൂടി ഒരു സാധാരണക്കാരനായ മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത് പോലെയുള്ള ഏർപ്പാട്, ഈ ഏർപ്പാടാണ് ഇപ്പോൾ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ സഖാവ് കെ ശൈലജയ്ക്ക് നേരെ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിന് സമീപത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള സൈബർ ബുള്ളിങ് അനുഭവങ്ങളുമായി സമീകരിക്കാൻ കഴിയുന്നതാണോ, താരതമ്യപ്പെടുത്താൻ കഴിയുന്നതാണോ? അങ്ങ് ഓർക്കുന്നില്ലേ, നമ്മളെല്ലാവരും ഒരൊറ്റക്കെട്ടായി മനുഷ്യനും മരണവും തമ്മിൽ മുഖാമുഖ യുദ്ധത്തിൽ ഏർപ്പെട്ട കാലമായിരുന്നു. ആ സമയത്ത് നമ്മളുടെ ജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് നടത്തിയ സമരത്തിന്റെ മുൻപന്തിയിൽ നിന്നയാളാണ് സഖാവ് കെ ശൈലജ. അവരെ സംബന്ധിച്ച് ഞാൻ മുഖമില്ലാത്ത ഏതെങ്കിലും ഫേക്ക് ഐഡികളെ സംബന്ധിച്ച് ചർച്ചയേ ഇല്ല. ആ ചർച്ചയ്ക്ക് നമ്മൾ ആരും പോകേണ്ടതില്ല, അത് ഏത് മുന്നണിയിലും ഉണ്ടാകാം. മുഖമുള്ള ഐഡിയെ സംബന്ധിച്ചാണ് ഇവിടെ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. സഖാവ് കെ ശൈലജ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ പേജുകളെ സംബന്ധിച്ച് എന്താണ് കോൺഗ്രസ് പ്രതിനിധികളുടെ അഭിപ്രായം? ഫൈസൽ ഫൈസു അല്ലെ നമ്മളുടെ മുമ്പിലുണ്ട്. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനാണ്. അദ്ദേഹം ചാവക്കാട് സ്വദേശിയാണ്, പുന്നയൂർ സ്വദേശിയാണ്. ലീഗിന് സ്വാധീനമുള്ള ഇടത്തെ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്ത് അജ്മാനിലാണ്. പറഞ്ഞോ ആദരണീയനായ കോൺഗ്രസ് പ്രതിനിധി, വടകരയിലെ സ്ഥാനാർത്ഥി ഫൈസൽ എന്ന് പറയുന്ന കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ, സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രചാരകൻ, ഗ്രാനി സെക്സ് എന്ന് ശൈലജ ടീച്ചറെ അപമാനിച്ച ലീഗിന്റെ നടപടി തെറ്റ്. ഫൈസലിനെ ഞങ്ങൾ തള്ളിപ്പറയുന്നു. ഫൈസലിനെ ഞങ്ങൾ ലീഗിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഗ്രാനി സെക്സ് എന്നൊരു സ്ത്രീയുടെ മുഖത്ത് നോക്കി വിളിക്കുന്നത് കോൺഗ്രസിന്റെ സംസ്കാരമല്ല. ഗ്രാനി സെക്സ് എന്ന് ശൈലജ ടീച്ചറുടെ മുഖത്ത് നോക്കി പറയുന്നത് ലീഗിന്റെ UDFന്റെ സംസ്കാരമല്ല. തള്ളിപ്പറയാൻ ആർജവം കാണിച്ചോ വടകരയിലെ UDFന്റെ സ്ഥാനാർത്ഥി? തള്ളിപ്പറയാൻ ആർജവം കാണിച്ചോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്? തള്ളിപ്പറയാൻ ആർജവം കാണിച്ചോ കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റ്? ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന മാന്യൻ തൊട്ടു മുമ്പ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നില്ലേ, മരണപ്പെട്ടു പോയ കോൺഗ്രസ് നേതാവിന്റെ മകൾ ധരിച്ചിരുന്ന വാച്ചിന്റെ വിലയെ സംബന്ധിച്ച് ചർച്ച ഉയർന്നു വന്നു. എന്തായിരുന്നു അന്നുണ്ടായ പ്രതികരണം? സൈബർ ബുള്ളിങ് ആയിരുന്നു. അത് ആ സമയത്ത് ഏതൊക്കെ നേതൃത്വത്തെ സംബന്ധിച്ച് അഭിപ്രായം ചോദിച്ചു, എല്ലാവരും അതിനെ സംബന്ധിച്ച് തള്ളിപ്പറഞ്ഞില്ലേ? വാച്ചിന്റെ വില ചോദിച്ച സൈബർ ബുള്ളിങ് നടത്തുമ്പോൾ എല്ലാവരും തള്ളിപ്പറഞ്ഞുകൊള്ളണം. ശൈലജ ടീച്ചറുടെ മുഖത്ത് നോക്കി ഗ്രാനി സെക്സ് എന്ന് അറപ്പുളവാക്കുന്ന കുറച്ചാൽ അതിനെ സംബന്ധിച്ച് ചോദ്യമില്ല, അതിനെ സംബന്ധിച്ച് ചർച്ചയില്ല. ഫൈസൽ ഫൈസു മാത്രമാണോ ആ സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ ജീവിത പങ്കാളികൾക്കെതിരെ വിമർശനം ഉന്നയിച്ച? വിമർശനമല്ല, ഇതേപോലെ കേട്ടാൾ അറപ്പുളവാക്കുന്ന വൃത്തികേട്, പരമമായ വൃത്തികേട് സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞൊരു പേജ് ആരായിരുന്നു?
കോട്ടയം കുഞ്ഞച്ചൻ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിന്റെ നേതാവാണല്ലോ. ആരായിരുന്നു ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്? കേരള പോലീസ് അന്വേഷണം നടത്തി മരണപ്പെട്ടു പോയ SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് പി ബിജുവിന്റെ ജീവിത പങ്കാളി സഖാവ് അമൃത റഹീം ഇവരുടെയൊക്കെ പരാതിയെ തുടർന്ന് കോട്ടയം കുഞ്ഞച്ചൻ പേജ് കണ്ടെത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്? ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാവിന്റെ ഉറ്റ സഹയാത്രികൻ, അദ്ദേഹത്തിന്റെ പിൻഗാമി പേരെന്താണ്? എബിൻ കുടങ്കര. യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം നേതാവാണ്, കോൺഗ്രസിന്റെ വാർഡ് നേതാവാണ്. അദ്ദേഹത്തെ പുറത്താക്കിയോ? മാധ്യമ പ്രവർത്തകർ ഏതെങ്കിലും ചോദ്യം ചോദിച്ചോ? എബിൻ കുടങ്കര മുതൽ ഫൈസൽ വരെ നീണ്ടു നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജീവിത പങ്കാളികളെ ശൈലജ ടീച്ചറുടെ മുഖത്ത് നോക്കി ഗ്രാനി സെക്സ് എന്ന് വിളിക്കുന്ന ലീഗ് നേതാവിനെ മുഖം നോക്കി അഡ്രസ് ഉൾപ്പെടെ ജോലി ചെയ്യുന്ന സ്ഥലം ഉൾപ്പെടെ കൈയോടുകൂടെ വെളിപ്പെട്ടിട്ട് ഇവരെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ ഇല്ലയോ? അങ്ങ് മനസ്സിലാക്കേണ്ടത് അങ്ങയുടെ നേതാവായിരുന്ന കൊല്ലം DCC പ്രസിഡന്റ്, വാർഡ് പ്രസിഡന്റും മണ്ഡലം നേതാവിന്റെ അനുഭവമാണ് ഇപ്പൊ പറഞ്ഞത്. കൊല്ലം DCC പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹ ചടങ്ങിനെ സംബന്ധിച്ച് തല വെട്ടിമാറ്റി മോർഫ് ചെയ്ത ചിത്രം സ്വന്തം പേജിൽ നിന്ന് പ്രചരിപ്പിച്ചയാളല്ലേ? നിങ്ങൾ തള്ളിപ്പറഞ്ഞോ? നിങ്ങൾ നടപടിയെടുത്തോ? നിങ്ങൾ തെറ്റിതിരുത്തിയോ? നിങ്ങൾ നവീകരിച്ചോ? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിങ് നടത്തിയാലും ആളുകൾക്ക് മുമ്പിൽ കൊലപാതകം നടത്തിയാലും അത് ഞങ്ങളുടെ കുട്ടികളാണ്, ഞങ്ങളുടെ മക്കളാണ് എന്ന് എന്ത് വൃത്തികേടും കാണിക്കുന്ന, എന്ത് വൃത്തികേടും വിളിച്ചു പറയുന്നവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് കേരളത്തിലും UDFന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. ആ സംരക്ഷണയുടെ തണലിൽ നിന്നുകൊണ്ടാണ് കേരളം ആദരിക്കുന്ന, ലോകം കേരളത്തെ നോക്കി ആദരിച്ച ആ ആദരവിന്റെ പ്രതീകമായ സഖാവ് KK ശൈലജയെ നോക്കി കേട്ടാൽ അറപ്പുളവാക്കുന്ന വൃത്തികേട് വിളിച്ചു പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് ഇതേപോലെ വിലപിക്കാൻ ഇവർക്ക് സൗകര്യം ലഭിക്കുന്നത് UDFനും കോൺഗ്രസിനും കേരളത്തിൽ ചില ആളുകൾ നൽകുന്ന പ്രിവിലേജിനെ തുടർന്നാണ്. ആ സൈബർ ബുള്ളിങ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഡൊമൈനുകളിൽ മതിയായ തള്ളിപ്പറച്ചിൽ ഉണ്ടായിട്ടില്ല എന്നതാണ്, മതിയായ തള്ളിപ്പറച്ചിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നാണ് ജയ്ക്ക് മുന്നോട്ട് വെക്കുന്ന പ്രശ്നം. ശ്രീമതി KK രമ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേർന്നു. ശ്രീമതി KK രമ, ഒരു വനിതാ സ്ഥാനാർത്ഥി മത്സരിക്കുകയാണ് വടകരയിൽ. കേരളത്തിൽ വനിതാ സ്ഥാനാർത്ഥികളെ, വനിതാ നേതാക്കളെ രാഷ്ട്രീയ ശത്രുക്കൾ ഹീനമായി ആക്രമിച്ചതിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അത് നിൽക്കുകയാണ് ചോദിക്കുന്നത്. ഏറ്റവും അവസാനം KK ശൈലജ ടീച്ചറുടെ ഇടറുന്ന വാർത്താ സമ്മേളനം കണ്ടു. എന്താണ് രമയ്ക്ക് പറയാൻ തോന്നുന്നത്? നിഷാദേ, പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചും മോശമായ പ്രചരണങ്ങൾ, ലൈംഗിക അധിക്ഷേപങ്ങൾ, വ്യക്തിഹത്യകൾ ഉണ്ടാകരുത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ ആ കാര്യത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ്. ആരുടെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം. ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നിഷാദ്. എത്ര കാലങ്ങളായി ഇവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര സ്ത്രീകൾ സൈബർ ഇടങ്ങളിൽ അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയുമ്പോൾ, സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ, അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ സൈബർ ഇടത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ്? CPMന്റെ സൈബർ കൊടിസുനിമാരല്ലേ? ഇവിടെ ജയ്ക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു. തള്ളി പറയാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒരിക്കലും ശൈലജ ടീച്ചർ നേരെ അത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കുകയോ അതിനുവേണ്ടി സമീകരിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നതല്ല. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ കൂടി നാം ചർച്ച ചെയ്യണം നിഷാദെ. അതിലൊന്ന്, അതിലേറ്റവും എനിക്ക് എൻ്റെ കാര്യം തന്നെ സംസാരിക്കാൻ കഴിയും. 2012 മുതൽ കഴിഞ്ഞ 12 വർഷമായി നിരന്തരമായി വ്യക്തി അധിക്ഷേപങ്ങൾ ഏറ്റവും മോശമായ രൂപത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. ആരാണ് ചെയ്തത്? CPMന്റെ സൈബർ വിഭാഗങ്ങൾ. തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ ജയ്ക്ക്? ഞാൻ നേരിട്ട് കാണിച്ചു തരാം എന്തൊക്കെ. 2016 ഞാനിവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ഞങ്ങൾ RMPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു മുന്നണിയുടെയും കൂടെ കൂടാതെ ഒറ്റയ്ക്ക് സ്വതന്ത്രമായ നിലപാടെടുത്ത് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അന്ന് LDF ആണ് ഇവിടെ ജയിച്ചത്. ഞങ്ങൾ നേടിയ ആ വോട്ട് ഒരുപക്ഷെ ഇപ്പുറത്ത് UDFനായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ, ഇന്നത്തെ നിലപാട് അന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് ഇവിടെ LDFന് MLA ഉണ്ടാവില്ല. ഞങ്ങൾ പക്ഷേ തനിച്ചു മത്സരിച്ച് രാഷ്ട്രീയം പറഞ്ഞു ഈ നാട്ടിൽ 2 മുന്നണിക്കുമെതിരെ സംസാരിച്ചുകൊണ്ട്. അന്ന് എന്താ സംഭവിച്ചത് ഓർമ്മയുണ്ടോ നിഷാദ്? ഇലക്ഷന്റെ തലേ ദിവസം ഇവർ ഒരു വീഡിയോ ഉണ്ടാക്കി. വ്യാജ വീഡിയോ ഏതെങ്കിലും സൈബർ ഇടത്തിലല്ല പ്രചരിച്ചത്. അത് CPMന്റെ കൈരളി ചാനൽ. പിറ്റേ ദിവസം ദേശാഭിമാനിയുടെ വാർത്താ പേജിൽ ഒരു സ്ത്രീയെ, ഞാൻ ഒരു പെൺകുട്ടിയെ മോളെ എന്ന് വിളിച്ചതിന്റെ ഇപ്പുറത്ത് മറ്റൊരു വാക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ആരാണ് ചെയ്തത്? തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ ജയിക്കെ നിങ്ങൾ?
തള്ളിപ്പറയുമോ നിങ്ങളുടെ CPM MD ശൈലജ ടീച്ചറുടെ ഈ ഒരു പ്രസ്താവന? ഇന്നലത്തെ ഒരു വിഷയം അന്ന് കാണാൻ സാധിച്ചില്ല. എത്രമാത്രം അധിക്ഷേപിച്ചു. ഞങ്ങളൊക്കെ ഈ സൈബർ ഇടത്തിൽ എത്ര സ്ത്രീകൾ ഇതുപോലെ അധിക്ഷേപങ്ങൾ നേരിട്ടിട്ടുണ്ട്. സൈബർ ഇടത്തിൽ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? നിങ്ങൾ മുഖമില്ലാത്ത ആളുകളെ തള്ളിപ്പറയണ്ട. മുഖമുള്ള ആളുകൾ സംസാരിച്ചത് നിയമസഭയിൽ MM മണി എനിക്കെതിരെ സംസാരിച്ചപ്പോൾ തള്ളിപ്പറഞ്ഞോ നിങ്ങളുടെ നേതാക്കന്മാർ? നിങ്ങളുടെ വനിതാ നേതാക്കന്മാർ തള്ളിപ്പറഞ്ഞോ? അതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടോ ആരെങ്കിലും ഒരാൾ? അവിടുത്തെ സച്ചിൻ ദേവ് എന്ന് പറയുന്ന ഒരു MLA നാടകം കളിക്കുകയെന്ന് പറഞ്ഞൊരു സ്പീക്കറുടെ റൂളിംഗ് മാത്രം. ഞാൻ പറയുന്ന വനിതാ നേതാക്കന്മാർ ആരെങ്കിലും തള്ളിപ്പറഞ്ഞോ? വനിതാ നേതാക്കന്മാർ ആരെങ്കിലും തള്ളിപ്പറഞ്ഞോ? സ്പീക്കറുടെ റൂളിംഗ് സ്പീക്കർ അത് എടുക്കണമല്ലോ. സ്പീക്കർ ഒരു സഭയിലെ ഒരു നിഷ്പക്ഷനാണ്, പാർട്ടിയുടെ ആളല്ല. സ്പീക്കറുടെ ആൾ എങ്ങനെ പാർട്ടിയുടെ ആളാവുക? അത് പാർട്ടിയുടെ അഭിപ്രായമല്ല, അത് സ്പീക്കറുടെ സഭയുടെ നാഥന്റെ അഭിപ്രായമാണത്. അതല്ല ഇങ്ങനെ ഒരുപാട് ആളുകൾ. അത് പോട്ടെ, ഇത് പഴയ കഥകൾ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇന്നലെ ടീച്ചറെ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് ടീച്ചർ ഒരു വാർത്താ സമ്മേളനം നടത്തി. വളരെ വികാരാതീതനായി ടീച്ചർ സംസാരിച്ചു. ആ ടീച്ചർ സംസാരിച്ച ഇതിൽ ഒരു ചോദ്യമുണ്ടായി. ഏതാ ചോദ്യം എന്നറിയുമോ? P ജയരാജൻ എന്ന് പറയുന്ന CPMന്റെ നേതാവ് കഴിഞ്ഞ ദിവസം വടകരയിലെ സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ ഒരു പരാമർശം, വെണ്ണപ്പാളി വനിതകൾ. ആരാണി വെണ്ണപ്പാളി വനിതകൾ? എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? സ്ത്രീകളെ എങ്ങനെയാണ് ഇത്ര മോശമായിട്ട് പറയുന്നത്? ടീച്ചർ ഉൾപ്പെടുന്ന വാർത്താ സമ്മേളനത്തിൽ ടീച്ചറെ തള്ളിപ്പറഞ്ഞോ? എന്തേ ഒരു ഭാഗത്ത് മാത്രം ഇത് നടക്കുകയും മറുഭാഗത്തുള്ള ആളുകളെ മുഴുവൻ തള്ളിപ്പറയാതെ അവരെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന സമീപനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സ്ത്രീകൾക്ക് എവിടെയും ഇതുപോലെ അധിക്ഷേപങ്ങൾ നേരിടരുത്. മാതൃകയാവണം നിങ്ങളല്ലേ മാതൃകയേണ്ടത്, ഇടതുപക്ഷമല്ലേ ഭരിക്കേണ്ടത്? ഇത്തരം ആളുകളെ തെരഞ്ഞുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുപോയി ശിക്ഷിക്കപ്പെടണ്ടേ? നിങ്ങൾ ജയിക്കെ അറിയുമോ? ഞാൻ കൊടുത്ത പരാതികളുടെ ഒരു കെട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. എന്താ നടപടിയെടുക്കാതെ പോയത്? ഈ വ്യാജ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി കൊടുത്തപ്പോൾ കൈരളി TV അതിന്റെ ഫൂട്ടേജ് കൊടുക്കാൻ തയ്യാറായോ? ഫൂട്ടേജ് കൊടുത്തിട്ടില്ലല്ലോ കൈരളി TV. അത് വളരെ കൃത്യമായിരുന്നല്ലോ, അത് നടന്നിരുന്നു എന്നുള്ളത്. അതിൽ എഡിറ്റിംഗ് നടന്നിരുന്നു, ആർക്കും മനസ്സിലാവുന്നതല്ലേ? നിങ്ങളാണ് ഇതിന് നേതൃത്വം. നിങ്ങൾ തയ്യാറാവണം, മാതൃകാപരമാവൂ. നിങ്ങൾ ഒരു സ്ത്രീക്കെതിരെ ഉണ്ടാകരുത്. നിങ്ങളുടെ സ്ത്രീക്കെതിരെ മാത്രം വരുമ്പോഴല്ല വിലാപമുണ്ടായത്. ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ആര്യ രാജേന്ദ്രനെതിരെ ഇതുപോലെ അധിക്ഷേപം ഉണ്ടായപ്പോൾ ഞാൻ പോസ്റ്റിട്ടുണ്ട്. വൃന്ദ കാരാട്ടിനെതിരെ ഉണ്ടാകുമ്പോൾ ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. ഏത് സ്ത്രീക്കെതിരെ വരുമ്പോഴും വ്യക്തമായ അഭിപ്രായം പറയും, അതിനെതിരെ സംസാരിക്കുകയും ചെയ്യാണ്. ഇപ്പോഴും ശൈലജ ടീച്ചർക്കെതിരെ അങ്ങനെ ഒരു അഭിക്ഷേപം ണ്ടെങ്കിൽ നടപടിയെടുക്കണം. പോലീസ് നിങ്ങളുടെ ഭാഗത്താണ്, സൈബർ വിങ് നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് നടപടിയെടുക്കൂ. ഈ നാളെ തന്നെ നടപടിയെടുക്കൂ. ഞങ്ങളത് മാതൃകയെ കാണുന്നു. ഒരുപക്ഷെ ടീച്ചറുടെ പരാതിയിൽ അത്തരത്തിലൊരു നടപടി വന്നാൽ അതൊരു മാതൃകാപരമായിട്ട് നടപടിയാവട്ടെ. ഈ നാട്ടിൽ എന്താ ചെയ്യാത്തത്? 7 വർഷമായല്ലോ നിങ്ങൾ ഭരിക്കുന്നു. എത്ര സ്ത്രീകളെ ഈ തരത്തിൽ അധിക്ഷേപങ്ങൾ നടത്തി മുന്നോട്ട് പോയി ഒരാളെ പോലും നിയമത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞോ? ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഒരു സ്ത്രീയും പൊതുപ്രവർത്തനം നടത്തുന്ന സ്ത്രീകളെ ലൈംഗികമായി അധിക്ഷേപിക്കുകയും അവരെ ഇതുപോലെ വ്യക്തിഹത്യ നടത്തി ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന സമീപനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. താങ്കൾ വലിയ തോതിലുള്ള സൈബർ ബുള്ളിങ്ങിന്, ഇടതു പ്രൊഫൈലുകളുടെ ഭാഗത്തുനിന്നുള്ള വലിയ സൈബർ ബുള്ളിങ്ങിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നത് നിസ്തർക്കമായ സംഗതിയാണ്. അതിന് CPIM നേതൃത്വം ആ നിലയ്ക്ക് തള്ളി പറഞ്ഞിട്ടില്ല എന്നതും നമ്മൾ കാണുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു ഇഷ്യൂവിനെ നിരന്തരമായി കേരളീയ പൊതുസമൂഹത്തിൽ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന താങ്കൾ ഇതിനകത്ത് വേണ്ടത്ര ഒരു സമീപനം UDFന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്ന വികാരത്തെ ഷെയർ ചെയ്യുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഫൈസൽ മൊയ്തു എന്ന് പറയുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരെന്ന് വിചാരിക്കാൻ കഴിയുന്ന ഒരാൾ വളരെ ഹീനമായ ഭാഷയിൽ LDFന്റെ സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുകയാണ്. അത്തരക്കാർ ഈ പാർട്ടിയിലുണ്ടാവില്ല, അവർ ഈ മുന്നണിയുടെ ഭാഗമല്ല എന്നതടക്കമുള്ള കർശനമായ സമീപനത്തിലേക്ക് പോകാതെ ഇത് ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല എന്ന ഒഴുക്കൻ വാചകത്തിൽ അവസാനിപ്പിച്ചു എന്നതിൽ ശ്രീമതി രമ പ്രശ്നം കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് നിഷാദെ. ഞാൻ അതിനെ ഒരിക്കലും ന്യായീകരിക്കില്ല. കാരണം അത് ആ പാർട്ടി തീരുമാനിക്കട്ടെ. അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത്തരം പ്രവർത്തകരെ തള്ളിപ്പറയാൻ ഏത് പ്രസ്ഥാനമായാലും തയ്യാറാകണം എന്ന് തന്നെയാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതിടത്ത് വന്നാലും ഞങ്ങൾ അതിനെ തള്ളിപ്പറയും, ഒരാൾക്ക് നേരെയും ഉണ്ടാവരുത് എന്ന് വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർ പ്രചരിപ്പിക്കുന്നത് ടീച്ചർ, നമ്മുടെ സ്ഥാനാർത്ഥി ഷാഫിയുടെയൊക്കെ ഔദ്യോഗിക പേജിൽ നിന്നാണ് പോകുന്നത് എന്നാണ് പറയുന്നത്.
ഷാഫിയുടെ അനുവാദത്തോടു കൂടിയാണ് എന്നാണ് പറയുന്നത്. ഇതൊരു പ്രത്യേകതരം നരേഷൻ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ഈ തിരഞ്ഞെടുപ്പിൽ. ഈ അവസാന കാലത്തേക്ക് ചില വൈകാരികമായ തലത്തിലേക്ക് ഈ തിരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്പുറത്തേക്ക്, രാഷ്ട്രീയം പറഞ്ഞാൽ ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ മറ്റൊരു നരേഷൻ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ഇവിടെ. ആ നരേഷനിലേക്ക് പോവരുത്. അത് നടത്തിയവരെ കൃത്യമായും അതാത് പാർട്ടിക്കാർ തള്ളിപ്പറയുകയും നിയമപരമായ, ഇപ്പൊ കൃത്യമായ പേര് പറഞ്ഞല്ലോ ജയിക്ക് ഇവിടെ കുറെ ആളുകളെ. പോലീസ് നടപടിയെടുക്കാത്തത് എന്താ? കേസെടുക്കൂ, ഇവരെ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം, അവരെ കൃത്യമായി കണ്ടുപിടിക്കണം. എന്താ സാധിക്കാതെ? അതോടൊപ്പം ഞാൻ പറഞ്ഞ പി ജയരാജന്റെ ഈ പരാമർശത്തിനെ തള്ളിപ്പറയാൻ ടീച്ചർ തയ്യാറാകണം, ഈ പരാമർശത്തെ തള്ളിപ്പറയാൻ ജയിക്ക് തയ്യാറാകണം. നിങ്ങളാലോചിച്ചു, സ്ഥാനാർത്ഥി ഈ വെണ്ണപ്പാളികളുടെ സ്വാധീനത്തിൽ മറ്റേത് എന്താണ് അതിൽ പറഞ്ഞത്? വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റു മയങ്ങി സ്ഥാനാർത്ഥി. എന്ത് മോശമായ അധിക്ഷേപമാണ് സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയത്. ആര്? പി ജയരാജനാണ്, CPM-ന്റെ നേതാവാണ്. വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റു മയങ്ങി. എന്താണ് അതിന്റെ അർത്ഥം? എന്താ അർത്ഥം? ഈ പറയുന്ന ആളുകൾ പറയണ്ടേ? ബഹുമാനപ്പെട്ട ടീച്ചർ പറയണം ഇതിനകത്ത്. ടീച്ചർ ഇതിനകത്ത് അഭിപ്രായം പറയണം. ഒരു CPM-ന്റെ നേതാവാണ്. ഇന്നലെ ആ വാർത്താ സമ്മേളനത്തിൽ അതേ പ്രകടനത്തിൽ ഇവിടുത്തെ സാധാരണ സ്ത്രീകളെയാണ് വെണ്ണപ്പാളി സ്ത്രീകൾ എന്ന് വിധിച്ചിരിക്കുന്നത്. എന്താണ് സ്ത്രീകളെ ഈ തരത്തിൽ ശരീരം കൊണ്ട് കാണുകയാണ്? ഇത് ആണുങ്ങളുടെ ആണധികാരത്തിന്റെ ഒരു ധാർഷ്ട്യമാണ് നമ്മൾ ഈ കാണുന്നത്. ആണധികാരം ആണുങ്ങൾ പെണ്ണുങ്ങളെ ഒരു ശരീരഭാഗത്തിന്റെ ഭാഗമായിട്ട് കാണുകയാണ്. ക്രീമി ലെയർ എന്നതിന്റെ മലയാളമല്ലേ വെണ്ണപ്പാളി? അതെങ്ങനെയാണ് ക്രീമി ലെയർ എന്ന് പറയാം? എങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ. ക്രീമി ലെയർ എന്തിനാ വെണ്ണപ്പാളി? നിഷാദെ, ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോ വാക്കുകളുടെ അർത്ഥം കാണുക. നിങ്ങൾ പണ്ട് ജയരാജൻ ശുംഭൻ എന്ന് വിളിച്ചപ്പോൾ പ്രകാശം പരത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞിരുന്നു. പ്രകാശം പരത്തുന്ന ആളായിട്ടാണോ അന്ന് ശുംഭൻ എന്ന് പരാമർശം നടത്തിയത്? ഇതൊക്കെ അവസരത്തിനടുത്ത് ഉപയോഗിക്കുന്ന വാക്കുകളെ അതാത് അവസരങ്ങളിൽ എന്താണ് അത് നിയമസഭയിൽ സ്പീക്കർ പ്രത്യേകം റൂളിംഗ് കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. സന്ദർഭവും ഇതും നോക്കിയിട്ട് പറയണമെന്ന് നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ആ റൂളിംഗിൽ അതൊന്നും കൂടി എടുത്ത് വായിക്കണം. ഈ വാക്കുകളെ സന്ദർഭത്തിനനുസരിച്ചും കൂടി കാണണം നിങ്ങൾ. എന്ത് ക്രിമി ലെയർ? പെണ്ണുങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞിട്ട് ഇവിടുത്തെ ഞങ്ങളൊക്കെ വെണ്ണപ്പാളികൾ എന്ന് പറഞ്ഞ് ഞങ്ങളെ ശരീരത്തെയാണോ ഇവർ കാണുന്നത്? ശരീരമാണോ CPM-ന്റെ നേതാക്കന്മാർ കാണുന്നത്? എനിക്ക് ആ സ്വീകരണം ഏറ്റവും മയങ്ങി എന്ന് ജയരാജനെ പോലുള്ള ഒരാൾ പറയുക എത്രമാത്രം അധിക്ഷേപമാണ്. എന്താ നടപടി എടുക്കാത്തത്? നിങ്ങൾ പ്രകടനം നടത്തുമ്പോൾ നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യം എന്താണ്? ഞങ്ങൾ തൊഴിലുറപ്പിന്റെ പെണ്ണുങ്ങളല്ല, ഞങ്ങൾ വേറെ മറ്റേ അന്തസ്സുള്ള ആളുകൾ എന്ന നിലയ്ക്കുള്ള മുദ്രാവാക്യം വിളിക്കുമ്പോഴല്ലേ ക്രീമി ലെയറുകാരുടെ ഇത് കണ്ടിട്ട് നിങ്ങൾ മയങ്ങിന്ന് ജയരാജൻ പറയുന്നതെന്ന് ചോദിക്കുക ഞാൻ. അല്ല നിഷാദ്, അല്ല, ഒരിക്കലുമല്ല. താങ്കൾ അതൊരു സന്ദർഭത്തിലെ താങ്കൾ ആ മുദ്രാവാക്യം മുഴുവൻ കേൾക്കണം. ആ മുദ്രാവാക്യത്തിന് വീഡിയോ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. മുഴുവൻ കേൾക്കണം. അത് ഒരു സന്ദർഭത്തിൽ ഒരു വാചകം മാത്രം അടർത്തിയെടുത്താണ് ഇവർ പ്രചരണം നടത്തുന്നത്. നിർബന്ധിച്ച് കൊണ്ടുവന്നവരല്ല, തൊഴിലുറപ്പ് തൊഴിലാളികളല്ല. അതാണ് കൃത്യമായ മുദ്രാവാക്യം. സ്ത്രീകൾക്ക് മുദ്രാവാക്യം വിളിച്ച് ശീലമില്ല നിഷാദേ. ഈ ചെമ്പട മുദ്രാവാക്യം വിളിക്കുന്നല്ല ഇവിടുത്തെ സാധാരണ നാട്ടിൻപുറത്തെ സ്ത്രീകൾ. അവർക്ക് ഈ പ്രാസമൊപ്പിച്ച് വിളിക്കാൻ അറിയില്ല. നിർബന്ധിച്ച് കൊണ്ടുവന്നവരല്ല എന്ന്, തൊഴിലുറപ്പ് തൊഴിലാളികളെ നിർബന്ധിച്ച് കൊണ്ടുവന്നവരല്ല എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അതാണ് വിളിച്ചത്. പക്ഷേ അപ്പോഴും ഞങ്ങൾ പറയുന്നു, അതിലേതെങ്കിലും തരത്തിൽ അധിക്ഷേപം ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയായതല്ല. അതിന് ആർക്കും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ഖേദിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. അങ്ങനെ ഏതെങ്കിലും ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സത്യത്തിൽ ആ മുദ്രാവാക്യം അങ്ങനെയാണ്. അതിവർ വ്യാഖ്യാനിച്ചിട്ടാണ് പറയുന്നത്. അതിലൊരു ഭാഗം മാത്രം, ഒരു മുദ്രാവാക്യത്തിന്റെ താഴത്തെ ഭാഗം മാത്രം. നിഷാദൊന്ന് കേട്ടു നോക്കൂ ആ മുദ്രാവാക്യം. നിർബന്ധിച്ചു കൊണ്ടുവന്നവരല്ല, തൊഴിലുറപ്പ് തൊഴിലാളികളല്ല. കൃത്യമായിട്ട് പറയുകയാണ്. സ്ത്രീകൾക്ക് അത്രയും മുദ്രാവാക്യം വിളിക്കാൻ അറിയുള്ളൂ. ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സജീവമായ സ്ത്രീകളായിരിക്കണം. അവർക്ക് മുദ്രാവാക്യം പ്രാസമൊപ്പിച്ച് വിളിക്കാൻ പറ്റും. ഇവർക്ക് സാധിക്കില്ല. താങ്കളടക്കമുള്ള ആളുകൾ വലിയ തോതിലുള്ള സൈബർ ബുള്ളിങ്ങിന് ഇരകളാക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് CPM ഒരു പൊസിഷൻ എടുത്തിട്ടില്ല എന്ന വാദത്തെ നമ്മളിപ്പോൾ എടുക്കുകയാണ്. ജയിക്കിൻ്റെ മറുപടി എന്താണ്? ജയിക്ക്, അതിനകത്ത് നമ്മളൊരു രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് നിതാന്തമായ ബോധം ഉണ്ടാവണം. എല്ലായിടത്തും നമ്മൾ ആ കാര്യത്തിൽ നിലപാടുള്ളവരായിരിക്കണം. ഷൈലജ ടീച്ചർ ആക്ഷേപിക്കപ്പെടുമ്പോൾ വേദനിക്കുകയും അതിന്മേൽ നിങ്ങൾ ആവേശം കൊള്ളുകയും ചെയ്യുന്നു. മീൻസ് ഞാൻ പറയുന്നത് രോഷം കൊള്ളുകയും ചെയ്യുന്നു. അതേസമയം KK രമ അതിനേക്കാൾ മോശമായ വഷളൻ ഭാഷയിൽ നിരന്തരമായി ആക്ഷേപിക്കപ്പെടുന്നു. ഇപ്പോൾ ഷൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, അതിനേക്കാൾ മോശം വാക്കുകളുടെ സ്ക്രീൻഷോട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അവിടെ ഈ പറയുന്ന വൃത്തികെട്ടവർ ഞങ്ങളുടെ ധാരയിൽപ്പെട്ടവരല്ല, ഇവരെ ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്ന് CPM-കാർ നേതാക്കൾ പറഞ്ഞിട്ടില്ല.
എന്നതാണ് രമ ഉന്നയിക്കുന്ന പ്രശ്നം. നിങ്ങളുടെ ധാർമ്മിക പ്രതലം എവിടെയാണെന്ന്. ശരി, അത് ഗൗരവമുള്ളൊരു പ്രശ്നം തന്നെയാണ്. അങ്ങയുടെ വാക്കുകൾ കടമെടുത്താൽ ആ പ്രശ്നത്തിന്റെ ഗൗരവപൂർണമായ അംശത്തെ ഞാൻ കാണാതിരിക്കുന്നുമില്ല. പക്ഷെ അതോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം ഒരു സ്ത്രീ കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട സഹപാനലിസ്റ്റിൽ നിന്നുണ്ടായിട്ടില്ലേ? എനിക്കറിയാം ബഹുമാനപ്പെട്ട സഹപാനലിസ്റ്റായ ശ്രീമതി കെ രമയുടെ നാടും ആ പ്രദേശവും ആ പരിസരവും ഒക്കെ. അങ്ങ് സ്വന്തം പ്രദേശത്തിന്റെ അല്പമെങ്കിലും ചരിത്രം അറിയായിരുന്നെങ്കിൽ അങ്ങ് പറയുമായിരുന്നോ സ്ത്രീകൾക്ക് മുദ്രാവാക്യം വിളിച്ച് ശീലമുള്ളവരല്ലായിരുന്നു? അങ്ങ് ചത്താലും ചെത്തും കൂത്താളി എന്ന് പറയുന്ന സമരപ്രദേശം ഉൾക്കൊള്ളുന്ന ജില്ലയിൽ നിന്ന് വരുന്നതല്ലേ? അങ്ങ് തോൽവിറക സമരത്തിന്റെ ഉശിരാർന്ന മുദ്രാവാക്യമുള്ള ചരിത്രമിറങ്ങുന്ന മണ്ണിൽ നിന്ന് വരുന്നതല്ലേ? ആരാ തോൽവിറക സമരത്തിൽ മുദ്രാവാക്യം വിളിച്ചത്? ബഹുമാനിയായ കെ രമയ്ക്ക്, പഴയ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ചരിത്ര ബോധം പേർന്ന കെ രമയ്ക്ക് ഞാൻ പറഞ്ഞു തരണോ? തോലും വിറകും കൈകളിലെടുക്കും, കാലൻ വന്നു തടുത്താലും അരിവാൾ തോലരിയാനായി മാത്രം പരിചൊടു കയ്യിൽ കരുതിയതല്ല. കാവൽക്കാരെ സൂക്ഷിച്ചോളൂ, കാര്യം വിട്ട് കളിച്ചിടണ്ട. ആരും സ്വന്തം നേടിയതല്ല, പാരിധി പോലെ കിടക്കും വിപിനം. തോലും വിറകും പിറക്കിയെടുക്കാൻ സ്ത്രീകൾക്ക് സമരം ചെയ്യേണ്ട വന്നപ്പോൾ ആ സ്ത്രീകളെ അടിച്ചമർത്താൻ ഗുണ്ടകളെയും കാവൽക്കാരെയും വിട്ട് ശ്രമിച്ചപ്പോൾ അവർക്ക് മുമ്പിൽ നിന്ന് നമ്മുടെ വടക്കേ മലബാറിലെ സ്ത്രീകളായിട്ടുള്ള തൊഴിലാളികൾ വിളിച്ച മുദ്രാവാക്യ ആ സമരചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ നിന്നുകൊണ്ട് നിർഭാഗ്യവശാൽ ഒരു സ്ത്രീയായ വനിതാ MLA UDF വേണ്ടി വാദിക്കാൻ വന്നപ്പോൾ പറയുകയാണ് സ്ത്രീകൾക്ക് മുദ്രാവാക്യം വിളിക്കാൻ അറിയില്ല. ഞാൻ പറയുന്നു, അങ്ങ് നടത്തിയ പരാമർശം മുൻകാല പ്രാബല്യത്തോടുകൂടെ അങ്ങ് പിൻവലിക്കേണ്ടതാണ്. കേരളീയ ചരിത്രത്തിന്റെ രണോത്സുകമായ എല്ലാ ഘട്ടങ്ങളിലും സ്ത്രീകൾ മുദ്രാവാക്യം വിളിച്ച് പുരുഷന്മാരെ ആനയിച്ചിട്ടുള്ള 10,000-കണക്കിന് വരുന്ന ത്രസിക്കുന്ന ചരിത്ര സന്ദർഭങ്ങൾ ഉണരുന്ന മണ്ണാണ് നമ്മൾ കേരളത്തിൻ്റെത്. അങ്ങേക്ക് ആനി മസ്കറിനെ അറിയില്ലേ? അങ്ങേക്ക് ദാക്ഷായണി വേലായുധനെ അറിയില്ലേ? അങ്ങേക്ക് ക്യാപ്റ്റൻ ലക്ഷ്മിയെ അറിയില്ലേ? അങ്ങേക്ക് KR ഗൗരിയമ്മയെ അറിയില്ലേ? ഇവരൊക്കെ 96 വർഷത്തിൽ വിളിച്ചു പറഞ്ഞ മുദ്ര അങ്ങ് എന്തിനാണ് ഇടപെടുന്നത്? അത് മര്യാദയാണോ? താങ്കളോട് 1 മിനിറ്റ് ചോദിച്ചിട്ടാണ് പറയുന്നത്. താങ്കളോട് 1 മിനിറ്റ് ചോദിച്ചിട്ടാണ് പറയുന്നത്. ഒരു സെക്കൻഡ്. അതായത് രമ പരാമർശം പിൻവലിക്കണമെന്നൊരു ആവശ്യം താങ്കൾ ഉന്നയിച്ച സ്ഥിതിക്ക് രമയോട് മറുപടി കേൾക്കാം. ഞാൻ എല്ലാ സ്ത്രീകളും വെറുതെ നിഷാദ്, പ്രിയപ്പെട്ട ജയ്ക്ക്, താങ്കൾ ഒരു യുവ നേതാവാണ്. ഇങ്ങനെ വല്ലാതെ ജനറലൈസ് ചെയ്ത് സംസാരിക്കരുത്. ഞാൻ എല്ലാ സ്ത്രീകളെയുമല്ല, ഞാനൊരു സ്ത്രീയായിട്ട് എന്താണ് സ്ത്രീ എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതും ആ ബോധത്തിൽ നിന്നുമാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ എല്ലാ സ്ത്രീകളെയുമല്ല പറഞ്ഞത്. ആ പ്രകടനത്തിൽ പങ്കെടുത്ത് ആ മുദ്രാവാക്യം വിളിച്ച വനിതാ സ്ത്രീ സഹോദരിമാർ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ വന്ന സ്ത്രീകളാണ്. അവർ അങ്ങനെ ഒരുപാട് മുദ്രാവാക്യം വിളിച്ചവരല്ല. ഇപ്പോൾ ഒരുപാട് ഉയർന്നു വരുന്നുണ്ട്. ധാരാളം സ്ത്രീകൾ നല്ല കൃത്യമായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അതുപോലെ കഴിയണമെന്നില്ല. അങ്ങനെ കഴിയാത്ത സ്ത്രീകൾ വിളിച്ച മുദ്രാവാക്യത്തെ അധിക്ഷേപിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് തുടരാം. ശരി. അല്ല, അതിനകത്ത് രമയുടെ വിശദീകരണം അതാണ്. ജയിക്കിന് ഒരുപക്ഷെ ഡൈജസ്റ്റിംഗ് ആയിരിക്കാം, അല്ലായിരിക്കാം. ആ പോയിന്റ് അവിടെ നിലനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സ്ത്രീകൾ അധിക്ഷേപിക്കപ്പെട്ട സന്ദർഭത്തിലെല്ലാം കൃത്യമായ പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്ത പാർട്ടി അല്ല CPM എന്ന വിമർശനത്തെ എങ്ങനെയാണ് ജയിക്ക് കാണുന്നത്? തീർച്ചയായിട്ടും ഞാൻ ആ പോയിന്റിലേക്ക് തന്നെ വരും. എനിക്ക് 2 വാചകം കൂടെ പറയണം. ഞാൻ അത്ഭുതപ്പെട്ടു. ആങ്കർ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ എന്നെ ഇടയ്ക്ക് നിർത്തിച്ചിട്ട് അവരിലേക്ക് പോയപ്പോൾ അവരിപ്പോ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചില്ലേ? ആങ്കർക്ക് അതിൽ പൊള്ളലുണ്ടായില്ലേ? മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളാണ് അവർക്ക് അങ്ങനെ മുദ്രാവാക്യം വിളിച്ച് പരിചിതമില്ല, അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇത് കേട്ടിട്ട് മീഡിയ 1 ചാനലിൽ മാധ്യമ പ്രവർത്തകരായിരിക്കുന്ന അങ്ങേക്ക് പൊള്ളലുണ്ടായിട്ടില്ലേ? എനിക്ക് പൊള്ളിയിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളടക്കം ഇപ്പോഴും രാഷ്ട്രീയ ബോധ്യത്തോടുകൂടെ അന്തസ്സുറ്റ ചരിത്ര ബോധത്തോടുകൂടെ മുദ്രാവാക്യം വിളിക്കുന്ന സ്ത്രീകളുള്ള നാടാണ് നമ്മുടേത്. അതിൽ സമുദായ ഭേദമില്ല. മുസ്ലിം ആയാൽ മുദ്രാവാക്യം വിളിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം വൃത്തികേടാണ്. അവരോട് കാണിക്കുന്ന ശുദ്ധ നെറികേടാണ്. മുസ്ലിങ്ങളായാലും അമുസ്ലിങ്ങളായാലും നട്ടലിനോടുകൂടെ ഏതുതരം വിവേചനത്തിനെതിരെയും മുദ്രാവാക്യം വിളിച്ച് നൊന്തു തല്ലി സമരമിറങ്ങുന്ന സ്ത്രീകളുടെ, മുസ്ലിം സ്ത്രീകളുടെ കൂടെ നാടാണ് നമ്മുടെ കേരളം. ആ ചരിത്രത്തെ ഒന്ന് അങ്ങ് റദ്ദ് ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ എന്താണ് തൊഴിലുറപ്പിൻ പെണ്ണുങ്ങളല്ല എന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രകടനത്തിൽ കുറേയധികം സ്ത്രീകൾ മുദ്രാവാക്യം വിളിച്ചു. തൊഴിലുറപ്പ് പെണ്ണുങ്ങൾക്ക് അന്തസ്സില്ല എന്നുള്ളതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങ് ആ മുദ്രാവാക്യത്തെയാണ് തള്ളി പറയേണ്ടത്, അല്ലാതെ സ്ത്രീകൾക്ക് മുദ്രാവാക്യം വിളിക്കാൻ അറിയില്ല, മുസ്ലിം സ്ത്രീകൾക്ക് മുദ്രാവാക്യം വിളിക്കാൻ അറിയില്ല. ദയവായി ഇങ്ങനെ വില കുറഞ്ഞ വാദങ്ങളിലേക്ക് അങ്ങ് പോകരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ആങ്കർ ഗൗരവപൂർണമായ ഒരു ചോദ്യം ചോദിച്ചു. UDF സ്ഥാനാർത്ഥികൾക്ക്, UDF നേതൃത്വത്തിനെതിരെ ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ് ഉണ്ടായാൽ ഞാൻ മുൻകാല പ്രാബല്യത്തോടു
കണക്കുകൂടെയും ഭാവിയെ കണക്കുകൂട്ടിയും പറയുന്നു. അനാവശ്യമായി മനുഷ്യത്വ വിരുദ്ധമായി ആര് പരാമർശം നടത്തിയാലും അത് സാക്ഷാൽ കാറൽ മാർക്സ് ആവട്ടെ, കേരളത്തിലുള്ള CPM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാധാരണക്കാരനായ പ്രവർത്തകനാകട്ടെ, അതിനെ ഒന്നും ഓൺ ചെയ്യുന്നവരല്ല ഞങ്ങൾ. അതിനെയൊക്കെ തള്ളിക്കളയുന്നവരാണ്. പക്ഷെ അങ്ങയുടെ മുമ്പിൽ കേട്ടില്ലേ കേരളം അല്ല ജയിക്ക് ഞാൻ ചോദിക്കുന്നത് നിങ്ങളിപ്പോ ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട് CPIM-ന്റെ ഡിമാൻഡ് എന്താണ്? നേതൃത്വം അതിനെ തള്ളിപ്പറയണം, നേതൃത്വം അവരെ പുറത്താക്കണം. നിങ്ങൾ കർശനമായ നടപടികളും സ്ട്രോങ് ആയ പൊസിഷനും ആവശ്യപ്പെടുകയാണ്. അത് നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനു മുൻപ് പലകുറി KK രമ തന്നെ ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിമാർക്ക് മുൻപാകെ ഈ ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോഴൊക്കെയും വളരെ കണിശ സ്വഭാവത്തിലുള്ള നിലപാട് അവർ സ്വീകരിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഇതിനകത്ത് എല്ലാ ഉത്തരവാദിത്വമുണ്ട്, അവർ തന്നെ ഇതിനകത്ത് തിരുത്തി പറയണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നതിൻ്റെ ധാർമ്മിക പ്രതലം ഏതാണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം. അങ്ങയോട് ഞാൻ 2 ഇൻസ്റ്റൻസ് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, ആദരണീയനായ ഇപ്പോഴത്തെ വയനാട് പാർലമെന്റ് മെമ്പർ, അദ്ദേഹത്തെ സംബന്ധിച്ച് തെറ്റായ ഒരു പരാമർശം, പരിഹാസ്യമായ ഒരു പരാമർശം ദേശാഭിമാനി ദിനപത്രത്തിൽ ഇതേപോലെ ഒരു പൊളിറ്റിക്കൽ ട്രോൾ എന്നതുപോലെ അച്ചടിച്ച് വരാനിടയായി. ആ പരാമർശം മനുഷ്യത്വ വിരുദ്ധമാണ്, അത് പരിഹാസ്യമാണ്, അതവിടെ ഉണ്ടാകാൻ പാടില്ല. ദേശാഭിമാനി ദിനപത്രം നടപടിയെടുത്തു. തൊട്ടുമുമ്പ് ഞാൻ ഓർമ്മിക്കുന്നു, അതേപോലെ തന്നെ ഈ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു താൽക്കാലിക ജീവനക്കാരൻ ഇതേപോലെ സാമൂഹ്യ മാധ്യമത്തിൽ തെറ്റായ ഒരു പരാമർശം നടത്തി. അദ്ദേഹത്തെ തലസ്ഥാനത്ത് നീക്കി ഞങ്ങൾ നടപടിയെടുത്തു. ഞാൻ ആ നടപടികളുടെ അനുഭവത്തെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് പറയുന്നത്. അതിനോടൊന്നും ആയിരക്കണക്കിന് അക്കരെ നിൽക്കുന്ന, സമീകരിക്കാനാകാത്ത, താരതമ്യങ്ങളില്ലാത്ത, കേട്ടാൽ അറപ്പുളവാക്കുന്ന ഒരു പ്രയോഗം നടത്തിയ പ്രതികളെ പേരും നാൾ വഴിയും വെച്ച് ഞാൻ പറയുന്നു. എന്തുകൊണ്ടാണ് ആദരണീയ UDF-ന് വേണ്ടി സംസാരിക്കുന്ന നമ്മുടെ സഹപാനലിസ്റ്റ് MLA-യും കോൺഗ്രസിന്റെ നേതാവും ആ പരാമർശം നടത്തിയ നേതാവിനെ ഞങ്ങൾ തള്ളിപ്പറയും? തൃശ്ശൂർ പുന്നയൂര് ഫൈസലിനെ ഞങ്ങൾ ലീഗിൽ നിന്ന് പുറത്താക്കും. ശൈലജ ടീച്ചറുടെ മുഖത്ത് നോക്കി ഗ്രാനി സെക്സ് എന്ന് വിളിക്കുന്നത് ലീഗിന്റെ നിലപാടല്ല, ഷാഫി പറമ്പലിന്റെ നിലപാടല്ല, KK രമയുടെ നിലപാടല്ല, റിജിൽ മാക്കുറ്റിയുടെ നിലപാടല്ല. എന്തുകൊണ്ട് ഇവിടെ വെച്ച് തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല? ഇതിനേക്കാൾ ഇരട്ടിയായിരുന്നില്ലേ അദ്ദേഹം അതിനെ കൗണ്ടറായി ആദരണീയ MLA ചൂണ്ടിക്കാണിച്ചത് എന്താണ്? വെണ്ണപ്പാളി എന്ന് വിളിച്ചു. വെണ്ണപ്പാളി എന്ന് വിളിച്ചതിന്റെ അർത്ഥം എന്താണ്? സമൂഹത്തിൽ അതിസമ്പന്നരാക്കപ്പെട്ട പ്രമാണി നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളുടെ മാത്രം പ്രാതിനിധ്യമായി UDF-ഉം കോൺഗ്രസും മാറുന്നു. ആ സവർണ പ്രാമാണിക ബോധത്തിൽ നിന്നുകൊണ്ടാണ് സാധാരണക്കാരായ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെ ഞങ്ങൾ തൊഴിലുറപ്പിൻ പെണ്ണുങ്ങളല്ല എന്ന് വിളിച്ചു പറയുന്നത്. ക്രീമി ലെയർ ബോധമുള്ള, അപ്പർ ക്ലാസ് സവർണ ബോധമുള്ള സമൂഹത്തിലെ തെറ്റായ ചിന്താഗതിയാണ്. അതിനെയാണ് ചൂണ്ടിക്കാണിച്ചത്. അതിനെയും ശൈലജ ടീച്ചറുടെ മുഖത്ത് നോക്കി ഗ്രാനി സെക്സ് എന്ന് വിളിച്ചതിനെയും ഒരു പാളയത്തിലാണോ കൊണ്ട കെട്ടാൻ MLA ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടം ഓർക്കുന്നില്ലേ? മുഹമ്മദ് അബ്ദുൽ ഷുക്കൂർ പാലക്കാട് നിന്ന്, ശിവദാസൻ 41 വയസ്സ് കൊപ്പത്ത് നിന്ന് എന്താണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ ജോ ജോസഫിന്റെ തല വെട്ടിമാറ്റി അശ്ലീല ചിത്രം നിർമ്മിച്ചു. തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നതിന്റെ സമയത്ത് ഇവർ പ്രചരിപ്പിച്ചു. കോൺഗ്രസ് നേതാക്കന്മാരെ പിടികൂടി, നടപടിയെടുത്തോ, പുറത്താക്കിയോ? സ്ഥാനാർത്ഥിയുടെ ചിത്രം വെട്ടിമാറ്റി ബ്ലൂ ഫിലിമാക്കി അത് കേരളത്തിലും ലോകത്തും പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ കോൺഗ്രസിന്റെ പണിയല്ല, ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പണിയല്ല, ഞങ്ങൾ ഷാഫി പറമ്പിൽ അതിനെ പിന്തുണയ്ക്കുന്നില്ല, ഞങ്ങൾ KK രമ അതിനെ പിന്തുണയ്ക്കുന്നില്ല, ഞങ്ങൾ റിജിൽ മാക്കുറ്റി അതിനെ പിന്തുണയ്ക്കുന്നില്ല. നടപടിയെടുത്തോ? തിരുത്തിയോ? തള്ളിക്കളഞ്ഞോ? ഞാൻ തള്ളിക്കളഞ്ഞതിന്റെ, നടപടിയെടുത്തതിന്റെയും നവീകരിച്ചതിന്റെയും അനുഭവങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് എന്തുകൊണ്ട് അത്തരം ഒരു നിലപാട് പറയാൻ തയ്യാറാകുന്നില്ല? ദേശാഭിമാനിയിൽ വന്ന ഒരു കുറിപ്പിന്റെ പേരിൽ നിങ്ങൾ ഒരു നടപടി കുറിപ്പ് പുറത്തുവിട്ടത് ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് KK രമ കേരള രാഷ്ട്രീയത്തിൽ സവിശേഷമായ പ്രാധാന്യമുള്ള ഒരു വനിതാ നേതാവ് കൂടിയാണ്. അവരാക്രമിക്കപ്പെടുന്ന ആരിൽ നിന്നാണ്? അവരുടെ ജീവിതം ആക്രമിക്കപ്പെട്ട എവിടെ നിന്നാണ് നമുക്കറിയാം. അങ്ങനെ ഒരാൾ ഏറ്റവും ഹീനമായ മാർഗത്തിൽ വേട്ടയാടപ്പെട്ടപ്പോൾ നിങ്ങളൊരു പൊളിറ്റിക്കൽ പൊസിഷൻ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ പോയിന്റ്. ഞാനൊന്ന് വരാമേ. റിജിൽ മാക്കുറ്റി പുന്നയൂര്, അതായത് ചാവക്കാട്ടെ പ്രവാസിയായ ഫൈസൽ മൊയ്തു എന്ന് പറയുന്ന ലീഗുകാരൻ, അയാളെ കണ്ടെത്തി തൂക്കിയെടുത്ത് പുറത്തിടുന്നു ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കാത്തത് എന്തേ നിങ്ങളെന്നാണ് ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വഴിയിൽ ആലോചിച്ച് നോക്കൂ. KK ശൈലജയ്ക്കും അവരുടെ പൊളിറ്റിക്കൽ ക്യാമ്പിനും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ എടുത്ത് കളയണ്ടേ? അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? ഒരു രാഷ്ട്രീയം നോക്കിയാലും.
ശ്രീ നിഷാദെ, പിന്നെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മാന്യൻ എന്നെ വിളിച്ച മഹാമാന്യൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കേട്ടാൽ അവരൊക്കെ ഹരിശ്ചന്ദ്രന്മാരാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇത്രയേറെ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ വലിയ പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഈ നാട്ടിനകത്ത് എടുത്ത് നിങ്ങൾ പരിശോധിക്കൂ. കോൺഗ്രസിന്റെ നേതാക്കന്മാർ, UDF നേതാക്കന്മാർ, CPM നേതാക്കന്മാർ എടുത്ത് പരിശോധിക്കും. ഇതുപോലെ എമ്മിന്റെ നേതാക്കന്മാർ നിയമസഭയിലും പുറത്തും നടത്തിയിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്. G. സുധാകരൻ ഷാനിമോൾ ഉസ്മാനെ വിളിച്ചത് പൂതന എന്നുള്ളതാണ്. അത് ഏത് തരത്തിലെ സഭ്യമായ വാക്കാണ്? നിങ്ങളുടെ പാലക്കാട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വിജയരാഘവൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞങ്ങളുടെ ആലത്തൂർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരായിട്ടുള്ള അശ്ലീല ചുവയോടുകൂടി സംസാരിച്ചത് അതിനെ നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ? G. സുധാകരനെ നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ? മാത്രമല്ലല്ലോ, അവിടെ ഭർത്താവിന്റെ ശവം വിറ്റ് ജീവിക്കുന്ന ആസ്ഥാന വിധവയാണെന്ന് നിങ്ങളുമായി ബന്ധപ്പെട്ടവരല്ലേ പറഞ്ഞത്? ശ്രീമതി ഉമാ തോമസിനെ മത്സരിക്കുമ്പോൾ ഇത് കൊതി, അത് സതി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത് നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായിട്ടുള്ള നിങ്ങളുടെ സംഘടനാ നേതാവ് അല്ലേ പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്? അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്തേ ആ ഘട്ടത്തിലൊന്നും നിങ്ങൾ അവരെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? എന്തിനേറെ പറയുന്നു, നിങ്ങൾ സാജൻ പാറയിൽ എന്ന് പറയുന്ന ഒരു CPM കാരനായ ഒരു വ്യവസായി, ഒരു മുതലാളി അദ്ദേഹത്തിനോട് ക്രൂരത കാണിച്ചതിന്റെ പേരിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരായി നിങ്ങളുടെ ദേശാഭിമാനും നിങ്ങളുടെ സൈബർ വെട്ടികളെ കൂട്ടങ്ങളും അതോടൊപ്പം പോരാളി ഷാജിമാരും, ഈ പോരാളി ഷാജിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആരാണെന്ന് നിങ്ങളുടെ നാട്ടുകാരൻ അനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള പോരാളി ഷാജിമാർക്കെതിരായി നിങ്ങൾ എന്ത് നിലപാടെടുത്തു? ആ പോരാളി ഷാജിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ ആളുകളാണെന്ന് അതിനെ അംഗീകരിച്ചു കൊടുത്ത ആളല്ലേ നിങ്ങളുടെ നേതാക്കന്മാർ? അപ്പൊ നിങ്ങളിടയിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഒട്ടനവധിയായിട്ടുണ്ട്. ആ ആക്ഷേപങ്ങൾ നിങ്ങൾ ആരെയും തള്ളി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇതുപോലെ സൈബർ ബുള്ളിംഗ് നടത്തിയതിന്റെ ഒരുപാട് കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ശ്രീമതി രമ ഇവിടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. അവരുടെ ഭർത്താവിനെ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ ശേഷം നിങ്ങളുടെ പാർട്ടിയാണ് കൊന്നത്. ആ കൊന്നതിന് ശേഷവും അവരെ വ്യക്തിപരമായും അവരാക്ഷേപിക്കുന്നത് നിങ്ങളുടെ സംവിധാനമല്ലേ, നിങ്ങളുടെ പാർട്ടി സംവിധാനമല്ലേ? KK രമക്കെതിരായി തെറ്റായ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ളത് നിങ്ങളുടെ ഏതെങ്കിലും CPM നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ? MM മണി എന്ന് പറഞ്ഞത് ഇവർ പോലീസിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നു, അവർ വിധവയാണ്, അത് അവരുടെ വിധിയാണെന്നാണ് പറഞ്ഞത്. വിധിയാണ്. ആരാ വിധി കൽപ്പിച്ചത്? നിങ്ങളുടെ പാർട്ടിയല്ലേ. 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ. എന്തിനേറെ പറഞ്ഞു ഇപ്പോൾ വടകരയിൽ സ്ഥാനാർത്ഥി പോലും പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് അല്ല, ഞാൻ പറയട്ടെ അതെ ഏത് രൂപത്തിൽ പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ നിഷാദെ, ഈ ഘട്ടത്തിൽ പോലും ഇത്രയേറെ ആക്ഷേപങ്ങൾക്ക് വിധേയമായ ഒരു സ്ത്രീയല്ലേ അവര്? അപ്പൊ അതൊക്കെ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. എന്നിട്ട് ഞാൻ പറയുന്നു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ പറയുന്നു ഞാൻ ടീച്ചറെ കുറിച്ച് വലിയ രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുകയല്ലേ. എന്തിനു പറയുന്നു? പാനൂരിൽ ബോംബ് പൊട്ടി ഇവരുടെ DYFI-കാരായ MV ഗോവിന്ദ മാഷ ഭാഷയിൽ പറഞ്ഞ DYFI-കാരല്ല, ബോംബ് നിർമ്മാണ തൊഴിലാളികൾ എന്ന് പറഞ്ഞ DYFI-കാർ അവിടെ മരിച്ചു വീണ കയ്യും കാലും കണ്ണും പോയപ്പോ ഇതാണോ ഇത്ര വലിയ സംഭവം? ഇതാണോ ചർച്ച ചെയ്യേണ്ടത് എന്ന് ടീച്ചറെ പോലെയുള്ള ഒരു മാതൃഹൃദയമുള്ള ഒരാൾ പറയേണ്ട പ്രസ്താവനയാണോ അത്? ഞാൻ പറഞ്ഞു വെച്ചതുപോലെ TP ചന്ദ്രശേഖരനെ കൊന്ന കൊലക്കേസിലെ പ്രതി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്ന കുഞ്ഞനന്തം മരിച്ചപ്പോൾ മഹാൻ എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഏത് ടീച്ചറമ്മയുടെ ഹൃദയമാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ കൃത്യമായ നിലപാടുകളും ഇടപാടുകളും ഈ നാട്ടിലെ ജനങ്ങൾ നന്നായിട്ട് അറിയുന്നുണ്ട്. ഏത് രൂപത്തിലുള്ള CPM സൈബർ കൂട്ടങ്ങളും CPM നേതാക്കന്മാരും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നതിന്റെ ഒരു വലിയ നിര നമ്മുടെ മുമ്പിലുണ്ട്. രണ്ട് പാർട്ടികളും അവലംബിക്കുന്നത് പരസ്പരം പരിചാരലാണോ എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ല ഞാൻ പറയട്ടെ നിഷാദ്, ഞാൻ യഥാർത്ഥത്തിൽ പിന്നെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി വലിയ രൂപത്തിൽ പ്രസംഗം നടത്തി. എപ്പോഴും ഞാനൊന്നും അനങ്ങാതിരുന്നത് എനിക്ക് പറയാനില്ലാഞ്ഞിട്ടല്ല. അപ്പോഴും ഞാൻ പറയുന്നു, ഇവരുടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ASFകാരിയായ ദളിതയായ പെൺകുട്ടിയോട് എന്താ വിളിച്ചത്? പൊലച്ചി എന്ന് വിളിച്ച് ആക്ഷേപിച്ചെന്ന് മാത്രം തന്തയില്ലാതെ കുഞ്ഞിനെ ജനിപ്പിക്കുന്നുള്ള ആക്ഷേപം ഉയർത്തിയത് നമ്മുടെ മുമ്പിലല്ലേ? അപ്പൊ സ്വന്തം മുന്നണിക്കകത്തെ വിദ്യാർത്ഥി സംഘടനയുടെ വനിതാ പ്രവർത്തകർ പോലും ഇത്രയും നികൃഷ്ടമായി ഒരു സംവിധാനത്തിലെ നമുക്ക് മറ്റു പോയിന്റുകളിലേക്ക് പറഞ്ഞു. അതിന് മുമ്പ് ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണ്, വേഗം തിരിച്ചു വരാം. അതിലേക്ക് വീണ്ടും ശ്രീമതി KK രമ, നോക്കൂ, ഇത്തരം ആളുകൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുക എന്നാണ് വളരെ വൈകാരിക രൂപത്തിൽ KK ശൈലജ എന്ന LDF സ്ഥാനാർത്ഥി വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുന്നത്. അവർ ആക്ഷേപിക്കപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഡിജിറ്റൽ എവിഡൻസ് നമുക്ക് അവൈലബിളുമാണ്. സോ ഈ ഒരു ടീച്ചർ അങ്ങനെ ആക്ഷേപിക്കപ്പെടുന്നുണ്ടല്ലോ, അവർ നീതി അർഹിക്കുന്നുണ്ടല്ലോ എന്നൊരു വികാരം രൂപപ്പെടുകയും അത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്യുമോ?
അതെ, ഒരു ബുദ്ധിമുട്ടുമില്ല നിഷാദ്. കാരണം അത് ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന പക്ഷക്കാരിയാണ് ഞാൻ. അത് ടീച്ചറല്ല, ഏത് സ്ത്രീ ആയാലും. ഞാനത് പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ പറ്റിയും ഇതുപോലെയുള്ള അധിക്ഷേപങ്ങൾ ആരുടെയും ഭാഗത്തു നിന്നുണ്ടാവരുത്. ഇനി ടീച്ചർ കൊടുത്ത പരാതിയിലെങ്കിലും നടപടി ഉണ്ടാകട്ടെ. ഈ പറഞ്ഞ കുറേ പേരുകൾ ഇപ്പോൾ ജയിക്കും പറഞ്ഞല്ലോ, ആ പേരുകളൊക്കെ എടുത്ത് പോലീസ് നടപടി സ്വീകരിക്കട്ടെ, സൈബർ വിങ് കൃത്യമായ നടപടി സ്വീകരിക്കട്ടെ. അത് തന്നെയാണ് ഈ കാര്യത്തിൽ എൻ്റെ കൃത്യമായ അഭിപ്രായം. അതുകൊണ്ട് ഒരു സ്ത്രീകളും ആ തരത്തിൽ അധിക്ഷേപിക്കരുത്. അതൊന്നും ഇവിടെ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നമാവുമെന്ന് ഒരു സംശയവും ഒരു പ്രശ്നവും ആവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വേറൊരു നരേഷനിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോവുകയാണ്. അതൊരു വൈകാരികതയിലേക്ക് കൊണ്ടുവരാനുള്ള ചില നീക്കം നടക്കുകയാണ്. പക്ഷേ അത് വടകരയിൽ വിലപ്പോവില്ല എന്നത് മാത്രമാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. മറ്റൊന്ന്, ജയ്ക്ക് നേരത്തെ സൂചിപ്പിച്ച് എത്ര വേഗമാണ് ജയ്ക്ക് ഈ ഇത്തരം വിഷയങ്ങളെ കമ്മ്യൂണലാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നത് എന്നിങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. എത്ര വേഗമാണ് ഞാൻ മുസ്ലിം സഹോദരിമാർ എന്ന് പറഞ്ഞതിനെ അത് മാറ്റി തീർക്കാൻ. ഈ രാഷ്ട്രീയമാണ് നമ്മുടെ നാടിന് അപകടം. ഈ രാഷ്ട്രീയത്തെയാണ് നാം എതിർക്കേണ്ടത്. എല്ലാ വിഷയങ്ങളെയും കമ്മ്യൂണലാക്കി മാറ്റുക. ഞാനൊരു സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാവർക്കും മുദ്രാവാക്യം വിളിക്കാൻ കഴിവില്ല. അതിൽ പുരുഷന്മാരും പെടും. എല്ലാ പുരുഷന്മാർക്കും മുദ്രാവാക്യം വിളിച്ചു കൊടുക്കാൻ കഴിയില്ല. എല്ലാ സ്ത്രീകൾക്കും പറ്റില്ല. ഞാൻ അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇപ്പോൾ ഞാൻ പൊതുരംഗത്ത് വളരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം SFI മുതൽ പ്രവർത്തി വരുന്ന ഒരാളാണ്. പക്ഷെ എനിക്കൊരു മുദ്രാവാക്യം പെട്ടെന്ന് വിളിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ മുദ്രാവാക്യത്തിന് സ്റ്റൈലിൽ വിളിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അതെന്റെ പോരായ്മയാണ്. എനിക്കതിന് കഴിയില്ല. അങ്ങനെ പലർക്കും സാധിക്കില്ല. അങ്ങനെ സാധിക്കാത്ത സ്ത്രീകളാണ് ഇത് വിളിച്ചു കൊടുത്തത് എന്നതാണ് ഞാൻ പറഞ്ഞത്. അതിനെ വളരെ പെട്ടെന്ന് കമ്മ്യൂണലാക്കി മാറ്റിക്കൊണ്ടുള്ള ഇത് പ്രത്യേകിച്ച് മീഡിയ 1 ചർച്ച ചെയ്യുന്നൊക്കെ ഇതെന്ത് രാഷ്ട്രീയം? ഇത് ശരിയാണോ ഈ രാഷ്ട്രീയം? ഒന്ന് സമാധാനപരമായിട്ട് ഒന്ന് ചിന്തിക്കൂ പ്രിയപ്പെട്ട സഖാവേ എന്ന് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. ഇനി മറ്റൊന്ന്, ഞാൻ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, കുറേ പേരുകൾ പറഞ്ഞു. ഇത്തരം കാര്യങ്ങളെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ CPM എന്ന് ചോദിച്ചു. ഞാൻ സൈബർ ഇടത്തിൽ മുഖമില്ലാത്ത ആളുകളെ പറ്റിയല്ല പറഞ്ഞത്, CPMന്റെ നേതാക്കന്മാരെ പറ്റി. P ജയരാജനെ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിനെതിരെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സ്ത്രീകളെ ശരീരവും ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് പറയണ്ടേ? ആരാണ് ചെയ്യേണ്ടത് നിഷാദ്? മാതൃകയായി നിൽക്കേണ്ടത് ആരാണ്? തങ്ങൾക്കെതിരെ ഒരു അധിക്ഷേപം വരുമ്പോൾ വൈകാരികമായി പ്രതികരിക്കും. അതിനപ്പുറത്ത് ഇവിടെ എത്രയെത്ര സ്ത്രീകൾ നമുക്ക് ഓർമ്മയില്ലേ? മാധ്യമപ്രവർത്തകർ വെറുതെ വിട്ടിരുന്നോ? ഇവിടുത്തെ സ്ത്രീ മാധ്യമപ്രവർത്തകരെ സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകയെ എത്ര നീചമായിട്ടാണ് ഇവർ നിങ്ങളുടെ മീഡിയയിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നല്ലോ തുടങ്ങിയത്. അവർ ആ മീഡിയ 1 പ്രശ്നങ്ങളായിരുന്ന സമയത്ത് അവൾക്കെതിരെ നടന്ന അധിക്ഷേപങ്ങൾ നമുക്ക് ഓർമ്മയില്ലേ? നിഷാ പുരുഷോത്തമൻ, ഷാനി, ഇങ്ങനെ എത്രയെത്ര മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഇവിടെ ഇതുപോലെയുള്ള സൈബർ ബുള്ളിങ്ങുകൾ നടന്നു. എന്തേ ഒരു നടപടിയും എടുക്കാതെ പോയത്? ഇവിടുത്തെ അനുപമ എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് വേണ്ടി വിലപിച്ച ഒരു അമ്മയുണ്ടായിരുന്നു, സമരം ചെയ്ത അമ്മയെ. ആ അനുപമയെ എത്ര മോശമായിട്ടാണ് ഇവിടെ സൈബർ അടുത്ത നിങ്ങളുടെ CPMകാർ ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് നടപടിയെടുത്തു പ്രിയപ്പെട്ട ജയ്ക്ക്? നിങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? നിങ്ങൾ മാതൃകയോ? അതാണ് എനിക്ക് ജയ്ക്ക് കോൺഗ്രസുകാരും ലീഗുകാരും ഈ കേസിൽ ചില നടപടികൾ എടുത്തതുകൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണോ സത്യത്തിൽ നമ്മുടെ സൈബർ സ്പേസ് നേരിടുന്ന ഈ പ്രതിസന്ധി? നിങ്ങൾക്കതിനകത്ത് ഒരു വശത്ത് കൃത്യമായ ഉത്തരവാദിത്വം ഇല്ലേ? നിങ്ങൾക്ക് മാതൃക കാണിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കാണെന്നുള്ള ക്വസ്റ്റ്യൻ വേറെയാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് വളരെ നികൃഷ്ടമായ, നിങ്ങളുടെ ഭാഗത്ത് മീൻസ് ലെഫ്റ്റിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ പലതരത്തിൽ രാഷ്ട്രീയ ശത്രുക്കളെ വേട്ടയാടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ജയ്ക്കുന്നയിക്കുന്ന പ്രശ്നം ശരിയാണ്. ലീഗിനും കോൺഗ്രസിനും കുറച്ചുകൂടി കണിശമായ പൊസിഷൻ എടുക്കാനുള്ള ബാധ്യതയുണ്ട്. നിങ്ങൾക്കുമില്ലേ? ഒരുമിച്ചല്ലേ സത്യത്തിൽ നമ്മൾ ഈ വ്യാജങ്ങളുടെ ഒഴുക്കിനെ തടയേണ്ടത്? ഞാൻ തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടെ തന്നെ അങ്ങയുടെ ചോദ്യത്തിൽ അങ്ങ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതും മുമ്പ് ആവർത്തിച്ചതുമായ ആ കാര്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. സാക്ഷാൽ കാറൽ മാർക്സ് മുതൽ ഇപ്പോൾ ബഹുമാനീയനായ MLAയോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവോ ചൂണ്ടിക്കാട്ടട്ടെ, CPMന്റെ പ്രാഥമിക അംഗത്വമെങ്കിലുമുള്ള ഒരാൾ അങ്ങയെ സംബന്ധിച്ച് ഗ്രാനി സെക്സ് എന്ന പരാമർശം നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സമാനമായ നിലയിൽ അറപ്പുളവാക്കുന്ന പരാമർശം നടത്തിയിട്ടുണ്ടോ? ഒരു ആദർശ പുസ്തകത്തിന്റെയും ഭരണഘടനയുടെയും പിന്തുണ നോക്കാതെ ഞാനതിനെ തള്ളിപ്പറയും. ഞാൻ ആ പറഞ്ഞ വ്യക്തിയെയും ആ പറഞ്ഞ സമീപനത്തെയും തള്ളിപ്പറയും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല. പക്ഷേ തൃക്കാക്കരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ തല വെട്ടിമാറ്റി അശ്ലീല ചിത്രം നിർമ്മിക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയില്ല? CPMന്റെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ തള്ളി പറയൂ എന്ന നിലയെടുക്കല്ലേ? CPMന്റെ മെമ്പർഷിപ്പ് ഉള്ള ആളുകൾ മാത്രമല്ല നിങ്ങളുടെ രാഷ്ട്രീയ ധാരയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ. ഇപ്പൊ KK രമയ്ക്കെതിരെ LDFന്റെ CPM അനുഭാവികളുടെ അരിവാൾ ചുറ്റിക നക്ഷത്രം പ്രൊഫൈൽ പിക്ചറാക്കിയ ആളുകൾ നടത്തിയിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്.
എനിക്കിവിടെ അത് വായിക്കാൻ കഴിയില്ല എന്നതിൻ്റെ പ്രശ്നമാണ്. അത്രയും മ്ലേച്ഛമായ സംഗതിയാണ്. നിങ്ങൾക്ക് വേണ്ടി സൈബർ സ്പേസിൽ പണിയെടുക്കുന്നവരാണ്. അപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ തള്ളി പറയുന്നതാണെങ്കിൽ ഈ പറയുന്ന ഫൈസു എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ലിങ്കിനുള്ള ഉടമയ്ക്ക് ലീഗിന്റെ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് നിങ്ങൾ എന്തുമാത്രം ഉത്തരവാദിത്തത്തിലാണ് പറയുന്നത്? മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രം ലീഗ് തള്ളി പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെയാണെങ്കിൽ. ഞാൻ മെമ്പർഷിപ്പ് ആലങ്കാരികമായി ഉപയോഗിച്ചൊരു പദപ്രയോഗമല്ലേ. ഞാൻ പറയുന്നു മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലയോ അതല്ല മാനകം. ഞാൻ പറയുന്നത് ഏത് സാധാരണക്കാരനായ പ്രവർത്തകൻ, അനുഭാവി, സഹയാത്രികൻ മുതൽ ഏത് സമുന്നതനായ നേതാവുമാകട്ടെ മനുഷ്യത്വ വിരുദ്ധമായൊരു പരാമർശം, കേട്ടാൽ അറപ്പുളവാക്കുന്ന ഒരു പ്രയോഗം അതാരു നടത്തിയാലും ഞങ്ങൾ അതിനെ തള്ളിപ്പറയും, ഞങ്ങൾ അതിനെ ഡിസോൺ ചെയ്യും. അതല്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അനുഭവം, അതല്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലപാട്, അന്തസത്ത. അത് 1000 തവണ ഈ ചർച്ചയിൽ എന്നല്ല ഏതു ഘട്ടത്തിലും വിളിച്ചു പറയാൻ ഞങ്ങൾ ഡിസോൺ ചെയ്യുന്ന ഇതേ ഭാഷയിലും ഇതേ പ്രയോഗത്തിലും റിജിൽ മാക്കുറ്റിയും ഡിസോൺ ചെയ്യുന്നുണ്ട്. കെ രമ ഉന്നയിക്കുന്ന പ്രശ്നം CPM ലീഡർഷിപ്പ് ഡിസോൺ ചെയ്തിട്ടില്ല. ഈ ചോദ്യങ്ങൾ പല ഘട്ടത്തിൽ വന്നപ്പോൾ ചെയ്തിട്ടില്ല എന്നാണ്. ഈ ചർച്ചയിൽ ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല, ഞങ്ങൾ ഡിസോൺ ചെയ്യും. ഇത് റിജിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ സെയിം സ്റ്റേറ്റ്മെന്റ് അങ്ങേക്ക് സ്വാഭാവികമായിട്ടും അങ്ങയുടെ നിഷ്കളങ്കത അല്പം കൂടുതലായതുകൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞതും കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞതും ഒക്കെ ഒരേപോലെയാണ് എന്ന് അങ്ങേക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ വാദത്തിൽ തൊട്ടുമുമ്പ് പറഞ്ഞത് എന്താണ്? ബഹുമാനീയനായ വയനാട് പാർലമെന്റ് മെമ്പറെ BJP-കാരൊക്കെ ഉപയോഗിക്കുന്നത് പോലെ പരിഹാസ്യമായ പപ്പു പ്രയോഗം ഒരു തവണ ദേശാഭിമാനി ദിനപത്രത്തിൽ നടത്തി. ഞങ്ങൾ ആ പ്രയോഗം നടത്തിയ മാധ്യമപ്രവർത്തകനെ നടപടിയെടുത്ത് മാറ്റി നിർത്തി. അതേപോലെ തന്നെ ദേശാഭിമാനിയിലെ ഒരു താൽക്കാലിക ജീവനക്കാരൻ സൈബർ സ്പേസിൽ ഇതേപോലെ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു പ്രയോഗം നടത്തി. അദ്ദേഹത്തെയും ഡിസ്മിസ് ചെയ്ത് ഞങ്ങൾ പുറത്താക്കി. ഇത്തരം സമീപകാലത്തെ അനുഭവങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കാൻ പറമ്പിലിന് ബാധ്യതയുണ്ടോ റിജിൽ മാക്കുറ്റി ഈ നീച സംഘത്തെ തള്ളിപ്പറയാൻ, അവരെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിക്കാൻ? തീർച്ചയായും ശ്രീ നിഷാദെ, ഷാഫി പറമ്പിൽ അങ്ങനെ ഇത്തരം കാര്യങ്ങളെ ഓൺ ചെയ്യുന്ന ഒരാളല്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ ഞങ്ങൾ ആരെയും അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നേടിയിട്ടുള്ള ഒരു മുൻകൈ, അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്താൻ, അദ്ദേഹത്തെ വീടുകളിൽ പോയി അദ്ദേഹത്തിന് മതം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മറ്റു രൂപത്തിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ വടകരയുടെ മേഖലകൾ നടക്കുന്നു എന്നുള്ളതിന്റെ വളരെ കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഒരു സ്ഥാനാർത്ഥി അത് സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ മതം ചികഞ്ഞു പറഞ്ഞുകൊണ്ട് മറ്റ് മതങ്ങളിൽ പോയി ഇവിടെ മറ്റു കാര്യങ്ങൾ നടക്കുന്നു CPM-ന്റെ ആളുകൾ, RSS-കാരൻ പറയുന്നത് പോലെ തന്നെ അവിടെ പറഞ്ഞു വെക്കുന്നതിന്റെ പല കാര്യങ്ങൾ ഞങ്ങളുടെ പുറത്തു വരുന്നുണ്ട്. അപ്പൊ എല്ലാ നീചമായ പ്രവർത്തനങ്ങളും നിങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതോടൊപ്പം തന്നെ പാലത്തായിലെ ഒരു കൊച്ചു പെൺകുട്ടി RSS-കാരൻ മാനഭംഗപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് ആ പ്രതിയെ രക്ഷിച്ചു കൊടുക്കാൻ, ആ പ്രതിക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ശിശുക്ഷേമ വകുപ്പിന്റെ മന്ത്രിയായ ആ നിയമസഭാ മണ്ഡലത്തിലെ MLA ആയ ശൈലജ ടീച്ചർ അവിടെ പ്രവർത്തിച്ചില്ല എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവിടെ വലിയ ചർച്ചയായി വരുമ്പോൾ അതിന് തടയിടുന്നതിന് വേണ്ടി മറ്റു തരത്തിലുള്ള പല കാര്യങ്ങളും ഇവിടെ അത് പ്രയോഗതലത്തിൽ കൊണ്ടുവരാനുള്ള ഇടപെടൽ കൂടി എല്ലാ പാർട്ടികളുടെയും ഭാഗത്ത് ഉത്തരവാദിത്തോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സമയം കഴിഞ്ഞു. ഞാൻ താങ്ക് യു റിജിൽ മാക്കുറ്റി. ഒപ്പം തന്നെ ജെയ്സി തോമസ്, ശ്രീമതി കെ രമ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ പറഞ്ഞതിനുള്ള